ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പിണറായി വിജയൻ സർക്കാരിൽ നടന്ന ഏറ്റവും നല്ലൊരു ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയിരുന്നു, ജപ്തി വിരുദ്ധ ബില്ല്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ശരിക്കും ജപ്തി വിരുദ്ധ ബില്ലല്ല, അതായത് ജപ്തി ചെയ്യാനുള്ള ബാങ്കുകളുടെ അവകാശമല്ല ഇവിടെ എടുത്തു കളഞ്ഞേക്കുന്നത്. നേരെ മറിച്ച് ജപ്തിയിലിരിക്കുന്ന ഭൂമി നമ്മൾക്ക് വിറ്റ് ബാങ്കിന് ആനുകൂല്യം കൊടുത്തിട്ട് ബാക്കി നമുക്ക് എടുക്കാനുള്ള ഒരു സംഭവമാണ് വന്നേക്കുന്നത്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിവിടെ വെക്കാം. അപ്പം ഒരിക്കലും ജപ്തി വിരുദ്ധതയല്ല ഇവിടെ നടക്കുന്നത്. കുറേ നാൾ ഇത് അടയ്ക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഇതിൻ്റെ പലിശയൊക്കെ വരെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വരാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭൂമി ബാങ്കിൻ്റെ അനുമതിയോടെ വിൽക്കുകയും നമുക്കിഷ്ടപ്പെട്ട മോഹവിലയ്ക്ക് വിൽക്കുകയും അതേപോലെ ആ മോഹവിലയ്ക്ക് വിറ്റിട്ട് അതിൽ നിന്ന് ജപ്തി കഴിഞ്ഞിട്ട് ബാക്കി തുക നമുക്ക് എടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഭൂമി അധികമാണെങ്കിൽ നമുക്ക് കുറച്ച് ഭൂമി കയ്യിൽ വെക്കുകയും ആവശ്യമുള്ള ഭൂമി വിറ്റിട്ട് ബാങ്കിൻ്റെ ഇടപാട് തീർക്കുകയും ചെയ്യാം. ഇതാണ് ജപ്തി വിരുദ്ധ ബില്ലിൻ്റെ ഗുണം. ഇത് ദോഷമൊന്നും പറയത്തില്ല, പക്ഷേ ഏറ്റവും നല്ലൊരു ബില്ല് തന്നെയാണ് പാസ്സായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് പിണറായി വിജയൻ ഒരു സല്യൂട്ട് കൊടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ഒരു ആവശ്യമായിട്ടുള്ളതാണ്. കാര്യം വലിയ 50 ഏക്കർ 60 ഏക്കറൊക്കെ 50 ലക്ഷം രൂപയ്ക്കൊക്കെ വെച്ചിട്ട് ഈ പ്രൈമറി 50 ലക്ഷം രൂപ മാക്സിമം എമൗണ്ടിലൊക്കെ എടുത്തിട്ട് ഈ പ്രൈമറി ജപ്തി എന്ന് പറയുന്നത് ബാങ്കിന് തോന്നിയ വിലയ്ക്ക് വിൽക്കുകയും അതിൽ നിന്നൊരു ചെറിയ തുക ഈ ആൾക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണക്കാരന് എന്തുമാത്രം ഗുണം ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാര്യം 10 സെൻറ്റ് ഉള്ളവന് ഈ പ്രൈമറി 10 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള സംഭവത്തിൽ ഒന്നും കിട്ടാനില്ല. അപ്പം സാധാരണക്കാരനെ ഈ ഒരു ബില്ല് ലാഭമായിട്ടൊന്നും വലിയ ഗുണമൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ റോഡിൻ്റെ അടുത്തൂടെ പുതിയ അല്ലെങ്കിൽ പഴയ സ്ഥലത്തിൻ്റെ അടുത്തൂടെ ഒരു പുതിയ റോഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യും എന്നത് ഒഴികെ നിർത്തിക്കഴിഞ്ഞാൽ സാധാരണക്കാരന് അത്രമാത്രം എന്തെങ്കിലും വലിയ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ജപ്തി വിരുദ്ധത ബില്ലിന് ഓപ്പോസിറ്റ് കേന്ദ്ര സർക്കാരും ഒരു ഇതിറക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം ബാങ്കുകൾക്ക് അവരുടെ ഇത് സൂട്ടാക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് പണം കൊടുക്കണമെന്ന്. പക്ഷേ കേരള ഗവൺമെൻറ് ഈ പണം കൊടുക്കാനില്ല. അപ്പം ജപ്തി നടക്കും എന്നുള്ളതിൽ ഒരു മാറ്റമില്ല. പക്ഷേ ആകെയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ അനുമതിയോടെ ആ വസ്തു വിറ്റിട്ട് അതിന് ആ പൈസ റസൂലാക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അതായത് ബാങ്ക് വിൽക്കുന്നതായിട്ട് കണ്ട് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വിൽപ്പിച്ചിട്ട് നമുക്ക് മോഹവിലയ്ക്ക് വിൽക്കാം. നമുക്ക് മോഹവിലയ്ക്ക് വിറ്റിട്ട് ബാങ്ക് വിറ്റതായിട്ട് കാണിക്കണം. മനസ്സിലായി? ബാങ്ക് വിറ്റതായിട്ട് കാണിച്ച് ജപ്തി അത് തന്നെ സാധാരണ ജപ്തിയുടെ നടപടി തന്നെ. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുമെന്നുള്ളവർക്ക് അത് ലാഭമായിട്ട് മാറും. അല്ലാതെ ഒരിക്കലും ജപ്തി പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അത് കുറച്ചാൾ ഈ പറയുമാതിരി തടഞ്ഞു വെക്കാം. ഏത് ഗവൺമെൻറ് ഭരിക്കുന്ന അവർക്ക് തടഞ്ഞു വെക്കാം എന്നതിനപ്പുറം ജപ്തി വിരുദ്ധ ബില്ല് എന്ന് പറയുന്ന പൂർണ്ണമായും ജപ്തി വിരുദ്ധ ബില്ലല്ല ഇവിടെ പാസ്സായിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാരന് എത്രമാത്രം ഗുണപ്പെടുമെന്നുള്ളൊരു കാര്യം സംശയം തന്നെയാണ്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ മറച്ചു വെച്ച് പലരും വന്നിട്ട് പറയുന്നുണ്ട് ജപ്തി വിരുദ്ധ ബില്ലാണ് പാസ്സായെന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട. കാര്യം പല കമ്മീഷനും ഇതിനകത്ത് പഠനം നടത്തിയിട്ടാണ് ഇതിപ്പോൾ കേന്ദ്ര സർക്കാരും അവരുടെ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ബാങ്കുകൾക്ക് ഇത് എഴുതി തള്ളാവുന്നൊരു തുകയൊക്കെ ഉള്ളൂ. ഈ പ്രൈമറി ബാങ്കുകളെ സംബന്ധിച്ച് ലക്ഷങ്ങളുടെ ഇടപാട് അല്ലെങ്കിൽ കോടികളുടെ ഇടപാട് കിടക്കുന്നതൊക്കെ എഴുതി തള്ളാവുന്നേ ഉള്ളൂ. പക്ഷെ ബാങ്ക് ആ പണം കളയില്ല. അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ് സബ്സിഡിയൊക്കെ കൊടുത്ത് ഇല്ലാതാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്തോ അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. അപ്പം ഈ ബില്ലിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.